ആലുവയിൽ 5 വയസ്സുകാരിയായ ബാലിക കൊല്ലപ്പെട്ടിട്ട് 1 വർഷം തികഞ്ഞു. കൊല്ലപ്പെട്ട കുട്ടിയുടെ മാതാപിതാക്കൾ സഹോദരങ്ങളുമായി സംസ്കരിച്ച ശ്മശാനത്തിലെത്തി പ്രാർത്ഥന നടത്തി. മകൾ കൊല്ലപ്പെട്ട് 1 വർഷം കഴിഞ്ഞിട്ടും വീട് വച്ച് നൽകാമെന്ന സർക്കാർ വാഗ്ദാനം പാലിച്ചില്ലെന്ന് ആലുവയിൽ കൊല്ലപ്പെട്ട 5 വയസ്സുകാരിയായ പെൺകുട്ടിയുടെ പിതാവ് പരാതിപ്പെട്ടു. 4 മക്കളോടൊപ്പം വീട് വിട്ടിറങ്ങേണ്ട ആശങ്കയിലാണ് തങ്ങളെന്നും അയാൾ കൂട്ടിച്ചേർത്തു. വീടില്ലാത്ത ഞങ്ങൾക്ക് വീട് വെച്ച് തരാമെന്ന് നവകേരള സദസ്സിൽ ഉറപ്പ് നൽകിയിരുന്നതാണെന്നും ഈ മാസം അവസാനം MLA എടുത്തുതന്ന വീടൊഴിയുന്നതോടെ തങ്ങൾ വഴിയാധാരമാകുമെന്നുമാണ് ഇവർ പറയുന്നത്. 1 വർഷം മുമ്പാണ് ആലുവയിൽ 5 വയസ്സുകാരി ക്രൂരമായ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ടത്. गवर्नमेंट बोला है देने के लिए, लेकिन अभी तक घर नहीं मिल गया। उधर रेंट वाला भी बोल रहा है खाली करने के लिए। अभी मैं वहाँ से कैसे खाली करके जाऊँगा? अभी बच्चा लोग का पढ़ाई है, अभी सब चीज़ दूसरा जगह में जाऊँगा तो बच्चा लोग का पढ़ाई नष्ट होगा। ये सब चीज़ देखना चाहिए गवर्नमेंट को, जल्दी से जल्दी मेरा घर का व्यवस्था करना चाहिए। मैं कौन दे रहा करके बोला? ओ मेरे को गवर्नमेंट बोला देने के लिए। किसने बोला? ओ मंत्री ने बोला। मंत्री जी से मैं अलवा में मिला था, उन्होंने बोला कि मैं घर देगा। आपको बोला? जी उससे बोला जी। लेकिन अभी तक कुछ फैसला मैंने पेपर भी हमने पेपर भी जमा किया, पंचायत से भी पेपर लिया, और वो क्या नाम है उनका, पी राजीव को पेपर भी दिया मैंने। पी राजीव मंत्री को पेपर भी दिया, लेकिन अभी तक कुछ मेरे पास दूसरा कुछ। 4 മക്കളടങ്ങുന്ന കുടുംബം ഉച്ചയ്ക്ക് 12 മണിയോടെ കുട്ടിയെ അടക്കം ചെയ്ത ശ്മശാനത്തിലെത്തി പ്രാർത്ഥന നടത്തി. 1 മണിക്കൂറോളം ഇവർ അവിടെ ചെലവഴിച്ചു. ന്യൂസ് ഡെസ്ക് ആലുവ.